PSC എക്സാമിന് വേണ്ട ഫിസിക്സ് പാർട്ടിലെ ഊർജം എന്ന് പറയുന്ന സെക്ഷനാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. ഊർജം അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ് ജൂളാണ്. ഊർജത്തിൻ്റെ CGS യൂണിറ്റ് എർഗാണ്. ഒരു ജൂൾ എന്ന് പറയുന്നത് 10⁻⁷ എർഗിന് തുല്യമാണ്. ഒരു വാട്ട് അവർ എന്ന് പറയുന്നത് 3600 ജൂളാണ്. ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ് ആണ്. വിവിധ ഊർജ്ജ രൂപങ്ങൾക്ക് ഉദാഹരണമാണ് യാന്ത്രികോർജം, സൗരോർജം, താപോർജം, രാസോർജം, വൈദ്യുതോർജം, ശബ്ദോർജം, പ്രകാശോർജം, കാന്തികോർജം, ആണവോർജം പോലുള്ള പല പല ഊർജ്ജ രൂപങ്ങളുണ്ട്. ഇനി യാന്ത്രികോർജത്തിൻ്റെ രണ്ട് വേർതിരിവുകളാണ് ഗതികോർജവും സ്ഥിതികോർജവും എന്ന് പറയുന്നത്. അപ്പോൾ യാന്ത്രികോർജം രണ്ട് തരത്തിലുണ്ട്, ഗതികോർജവും സ്ഥിതികോർജവും. കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഗതികോർജം എന്ന് പറയുന്നത് ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജം. അപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ഊർജ്ജം ഏതെന്ന് ചോദിച്ചാൽ അത് ഗതികോർജമാണ്. ഗതികോർജത്തിൻ്റെ ഇംഗ്ലീഷ് ടേമാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗതികോർജം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിൽ K കൈനറ്റിക് എനർജിയാണ് സൂചിപ്പിക്കുന്നത്. K = ½ mv² ആണ്. ഇവിടെ M എന്ന് പറയുന്ന മാസ് അഥവാ പിണ്ഡമാണ്, V എന്ന് പറയുന്നത് വസ്തുവിൻ്റെ പ്രവേഗവുമാണ്. ഒരു വസ്തുവിൻ്റെ ഗതികോർജത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അപ്പോൾ ഏതൊക്കെയായിരിക്കും? K = ½ mv² എന്നല്ലേ. അപ്പം മാസും അതായത് അതിൻ്റെ പിണ്ഡവും പ്രവേഗവുമാണ്. വസ്തുവിൻ്റെ പിണ്ഡവും വേഗതയും കൂടുന്നതിനനുസരിച്ച് ഒരു വസ്തുവിൻ്റെ മാസും അതുപോലെ തന്നെ അതിൻ്റെ വെലോസിറ്റിയും കൂടുന്നതിനനുസരിച്ച് ഗതികോർജവും കൂടുന്നു. ഇപ്പോൾ ഈ പാർട്ടിൽ നിന്ന് പ്രീവിയസ് ഇയർ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. VEO ക്വസ്റ്റ്യനാണ്. 2019 VEOയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. താഴെ പറയുന്നതിൽ ഏതിനാണ് തന്മാത്രകൾക്ക് ഏറ്റവും കൂടുതൽ ഗതികോർജമുള്ളതെന്നാണ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നത്. വാതകങ്ങൾ, ദ്രാവകങ്ങൾ, ലായനികൾ, ഖരം എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇതെന്ന് തന്നെ നമുക്കറിയാം. അത് തന്മാത്രകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം കൂടുതലുള്ളത് വാതകങ്ങളിലാണ്. അതുകൊണ്ട് ഗതികോർജവും കൂടുതൽ ഏതിനായിരിക്കും? വാതകങ്ങൾക്കായിരിക്കും. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാകുകയാണെങ്കിൽ അതിൻ്റെ ഗതികോർജം 4 ഇരട്ടിയാവും. ഓർത്തുള്ള, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാവുകയാണെങ്കിൽ അതിൻ്റെ ഗതികോർജം 4 ഇരട്ടിയാകും. പ്രവൃത്തിയുടെ അളവ് വസ്തുവിന് ലഭിക്കുന്ന ഗതികോർജത്തിന് തുല്യമായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു വസ്തുവിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവെന്ന് പറയുന്നത് ആ വസ്തുവിന് ലഭിക്കുന്ന ഗതികോർജത്തിന് തുല്യമായിരിക്കും. ഗതികോർജം എല്ലായ്പ്പോഴും പോസിറ്റീവോ പൂജ്യമോ ആയിരിക്കും. ഗതികോർജവും ആക്കവും തമ്മിലുള്ള ഒരു സമവാക്യമുണ്ട്. ഗതികോർജം K = p²/2m. അപ്പോൾ ഗതികോർജവും ആക്കവും തമ്മിലുള്ള സമവാക്യമാണ് K = p²/2m ആണ്. പായുന്ന ബുള്ളറ്റ്, ഉരുളുന്ന കല്ല്, വീഴുന്ന വസ്തുക്കൾ, ഒഴുകുന്ന ജലം,